സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുന്നുണ്ട്. ശ്രീ ദിലീപ് സത്യൻ, പ്രോസിക്യൂഷൻ പൂർണ്ണ തൃപ്തിയിലാണോ ഈ വിധിയിൽ? തീർച്ചയായിട്ടും. ഇതിപ്പം റയറസ്റ്റ് ഓഫ് റയറിന്റെ ഒത്തിരി ക്രൈറ്റീരിയ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറി നോക്കുമ്പോഴേ ഇവിടെ ഒരു ഡെത്ത് തന്നിട്ട് ഇനി ഹൈക്കോടതിയിലും മേൽക്കോടതിയിൽ പോകുമ്പോഴേ തിരിച്ചു വരുന്നതിനേക്കാളും നല്ലത്. ഇവിടെ ജില്ലാ കോടതി ഇപ്പൊ ഫൈൻഡ് ചെയ്തിരിക്കുന്നത് 4 ഹെഡില് ജീവപര്യന്തമായിട്ടാണ് 4 പേർക്കുള്ളത്. അതിൽ ഇത് കോമ്പൻസേഷൻ 3 ലക്ഷം രൂപ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. 436 വീട് തീ കത്തിച്ചതിന് 7 വർഷത്തെ തടവും 201 അനുസരിച്ച് തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം. അപ്പൊ ഇതിനകത്തൊരു വിധിക്കത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീട് തീ കത്തിച്ചതിനുള്ള 7 വർഷവും 5 വർഷത്തെ തടവും കൺസിക്യൂട്ടീവില് രണ്ടായിട്ടേ പോകത്തുള്ളൂ. അപ്പം 7ഉം 5ഉം 12 വർഷത്തെ തടവ് ആദ്യം വരുന്നുണ്ട്. ഈ 12 വർഷത്തെ തടവ് അനുഭവിച്ചതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇൻ എഫക്ട് ഏകദേശം ഒരു 25-26 ഇയേഴ്സ് ഇംപ്രസൺമെന്റ് കിട്ടുന്നതിന് തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാവാം ഇല്ലേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി? തീർച്ചയായിട്ടും. ഇതിൽ എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഈ കേസ് ജയിച്ചെടുക്കുന്നതിന് വേണ്ടി? കാരണം പ്രതി മാനസിക രോഗിയാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നുവല്ലോ തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. അല്ല, ഡെത്ത് സെന്റൻസിനകത്ത് പ്രൈമറി ആയിട്ട് മെയിൻ ആയിട്ടും വന്നിട്ടുള്ളത് ഈ വക പ്രശ്നങ്ങളായിരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം മാനസിക പ്രശ്നമുള്ള ഒരാളാണ്, ചികിത്സ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏജ് എന്നുള്ളൊരു ഫാക്ടറും കോടതി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ജഡ്ജ്മെന്റ് കോപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ അത് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നുവല്ലോ മാനസിക രോഗമില്ല എന്ന്. അല്ല, മാനസിക രോഗത്തിന് ചികിത്സയിലുണ്ടായിരുന്നു. പക്ഷെ ആ കൃത്യം ചെയ്ത സമയത്ത് മാനസിക രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. പിഴ എങ്ങനെയാണ്? പിഴയുടെ കാര്യം എങ്ങനെയാണോ ഒന്ന് പറയാമോ? മൊത്തം 15 ലക്ഷം രൂപയാണ് പിഴയായിട്ട് വന്നിട്ടുള്ളത്. ഒന്നാം സാക്ഷിക്ക് കൊടുക്കാനായിട്ട് ഉത്തരവായിട്ടുണ്ട്. അമ്മാവന് നൽകണം അല്ലേ? അതെ. ഓക്കെ. ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യനാണ് പ്രതികരിച്ചത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ കേസിൽ ജീവപര്യന്തം കിട്ടിയതിൽ തൃപ്തിയുണ്ട്. മേൽക്കോടതിയിലേക്ക് വധശിക്ഷയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ പോകുന്നില്ല. ജില്ലാ കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിധി അത് ജീവപര്യന്തം ശിക്ഷ ഓരോ കൊലപാതകങ്ങൾക്കും പ്രത്യേകമാണ്. അതുമാത്രമല്ല, ആദ്യ 12 വർഷത്തെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കും ജീവപര്യന്തം തുടങ്ങുക. അങ്ങനെ 25 വർഷത്തിലേറെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് ഈ ശിക്ഷാവിധിയിൽ തൃപ്തിയാണ് ഉള്ളത്. പ്രായം കൂടി പരിഗണിച്ചും അതുപോലെ തന്നെ മാനസിക വൈകല്യത്തിന് ചികിത്സയിലാണ് എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചായിരിക്കാം കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കരുതുന്നത്. 15 ലക്ഷം രൂപയാണ് കേഡൽ ജെൻസൺ രാജയ്ക്കുള്ള പിഴ. ഇത് അമ്മാവന് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. കേഡൽ കൊലപ്പെടുത്തിയ അമ്മയുടെ ആങ്ങളയ്ക്ക് അമ്മാവൻ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ഈ കേസിൽ. ഒന്നാം സാക്ഷിയായിരുന്നു അമ്മാവന് നൽകണം ഈ 15 ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അരുൺ, ഇതാണ് വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ ഈ വിധിയിൽ തൃപ്തിയുള്ളവരാണ്, മേൽക്കോടതിയിലേക്ക് പോകുന്നില്ല എന്നാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം പ്രോസിക്യൂഷൻ വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തീരെ കുറയാത്ത ശിക്ഷയാണ് ഇയാൾക്ക് ലഭിച്ചതെന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ നമ്മോട് ഈ വിധിയുടെ വിശദാംശങ്ങൾ പറയാനനുസരിച്ചാണെങ്കിൽ 12 വർഷം ആദ്യം ശിക്ഷ അനുഭവിക്കണം. അതായത് 7 വർഷം വീട് കത്തിച്ചത് ശിക്ഷയിൽ രക്ഷപ്പെടാനാണ്. താൻ കൂടി മരിച്ചു എന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. 5 പേർ മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇയാൾ വീട് കത്തിച്ചത്. അത്രയധികം ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ്. അങ്ങനെ അതിന് 7 വർഷവും 5 വർഷം ഈ തെളിവ് നശിപ്പിക്കലിനും അങ്ങനെ 12 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ഈ കൊലപാതകത്തിന് 4 കൊലക്കുറ്റങ്ങൾ 4 ഹെഡായാണ് കോടതി കണ്ടത്. അങ്ങനെ 4 കൊലപാതകങ്ങൾക്കും ജീവപര്യന്തം. അങ്ങനെയാണ് 26 വർഷം ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടത്. മാത്രവുമല്ല, ഈ പിഴ ശിക്ഷ 15 ലക്ഷം രൂപ. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി, ഒന്നാം സാക്ഷിയായ ജോസ്, ഈ കേഡൽ ജെൻസൺ രാജയുടെ അമ്മയുടെ സഹോദരനാണ്. ആ സഹോദരൻ ആണ് ശിക്ഷ പണം നൽകേണ്ടത്. 15 ലക്ഷം രൂപ അദ്ദേഹത്തിനാണ് ഈ പിഴയിൽ നിന്ന് നൽകേണ്ടത്. ഏതായാലും പ്രോസിക്യൂഷൻ പൂർണ്ണ തൃപ്തരാണ് വിധിയിൽ. വധശിക്ഷ ലഭിച്ചെങ്കിൽ പോലും 26 വർഷം ശിക്ഷ ഇയാൾ അനുഭവിക്കേണ്ടി വരും. അതിൽ തന്നെ 12 വർഷം ആദ്യം ശിക്ഷ അനുഭവിക്കണം. ഒരുപക്ഷെ ആ സമയത്ത് ഇയാൾക്ക് ജാമ്യം പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. ആ കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഈ ശിക്ഷയുടെ വിശദാംശങ്ങൾ ആദ്യം ന്യൂസ് 8 പുറത്തുവിടുകയാണ്. ന്യൂസ് 8 കൃത്യമായി ശിക്ഷാവിധി എന്ത് എന്ന കാര്യത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ കാര്യങ്ങൾ വിശദമാക്കിയത്. 26 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആദ്യം വീട് കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും 7 വർഷം, 5 വർഷം
തെളിവ് നശിപ്പിക്കൽ. അതിനുശേഷമാകും ഇയാൾ ഈ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ കൊടുംകൂരനായ പ്രതി ജെൻസൺ കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ 12 വർഷം അനുഭവിച്ചതിന് ശേഷമായിരിക്കും ജീവപര്യന്തം തുടങ്ങുക. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ പ്രമാദമായ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി 15 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രതിക്കെതിരെ കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ജീവപര്യന്തം തടവ് കൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി 8 വർഷം അധിക തടവും കേഡൽ അനുഭവിക്കണം. പിഴത്തുക കേസിലെ സാക്ഷിയായ കേഡലിന്റെ അമ്മാവൻ ജോസിന് നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും വി അരുണും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകണം, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷെ എവിടെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷനാണോ പിഴച്ചത്? കാരണം ഈ 4 പേരെ കൂട്ടക്കുരുതി നടത്തിയിട്ടും ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും കേഡൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം മാത്രം തടവ് ശിക്ഷ. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? ഈ ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇന്നും ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ആ ശിക്ഷ വിധിക്കുന്നതിന് മുൻപുള്ള വാദപ്രതിവാദമാണ് ഇന്ന് നടന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. അതിന് ഒരു വൈകാരികമായ തലം കൂടി ചൂണ്ടിക്കാണിച്ചു. അതായത് കുടുംബാംഗങ്ങളാണ്, ഒപ്പം കഴിഞ്ഞവരാണ്, അവർ ഒരു രക്തബന്ധമാണ്. എന്നിട്ട് വിശ്വാസത്തിലെടുത്തിട്ട് ആ വിശ്വാസത്തെയാണ് ഈ പ്രതി ഹനിക്കുന്നത്. ആ വിശ്വാസ വഞ്ചനയാണ് കൊലപാതകത്തിലൂടെ നടത്തിയത്. അവർ ഒരിക്കലും കൊല്ലപ്പെടുമെന്ന് കരുതിയല്ല ആ വീട്ടിൽ കഴിയുന്നത്. ഈ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഒരു കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് തനിക്ക് താല്പര്യമില്ലാത്ത കോഴ്സ് പഠിക്കാൻ വീട്ടുകാർ വിട്ടു എന്നതിൻ്റെ പേരിലാണെങ്കിൽ മറ്റൊരു കോഴ്സ് പഠിച്ചാൽ മതി, 4 പേരെ കൊലപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, പ്രതിയുടെ ചെയ്തികൾ അത് ഒരിക്കലും ഒരു മനോവിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ മനോനില തകരാറിലുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ അല്ല പ്രതി കാര്യങ്ങൾ ചെയ്തത്. ഓൺലൈനിൽ ആയുധം വാങ്ങുകയും കൊലപാതകങ്ങൾ നടത്തുകയും മൃതദേഹങ്ങൾ കത്തിച്ച് കളയുകയും അവിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും വീട് തീപിടിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും പിടിക്കപ്പെടുമെന്നായപ്പോൾ നാട് വിട്ടു പോവുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട് എന്ന് കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ, തൂക്കുകയർ നൽകണമെന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതേസമയം പ്രതിഭാഗം നേരത്തെ തന്നെ ഈ വാദം കേസിൻ്റെ വിചാരണ നടക്കുന്ന ഘട്ടം മുതൽ പറയുന്നത്